പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം പന്തൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് ദിവസമാണ് പന്തലിൻ്റെ. അപ്പോൾ ഇതേ രാവിലെ തന്നെ വന്നിട്ട് അവർ അതിൻ്റേതാകുന്ന കമ്പിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേൽക്കൂരയൊക്കെ ആദ്യം തയ്യാറാക്കുകയാണ്. അപ്പോൾ പന്തൽ താഴെ വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടാണ് മേലോട്ട് ഉയർത്തുക. അപ്പോൾ നമുക്ക് ഈ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കല്യാണ സമയത്ത് എന്താകും എന്നൊക്കെ ഓർത്തിട്ട് ടെൻഷനൊക്കെ ഉണ്ട്, മഴയായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ പരിപാടി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടും കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പന്തലിൻ്റെ പരിപാടി അവിടെ നടക്കുന്നു. ഞാനും മോനും കൂടെ ഒന്ന് ചേർത്തലേക്ക് പോവുകയാണേ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചെന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ പന്തലിൽ അമ്മ വിളക്ക് കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളക്ക് വാങ്ങാനായിട്ട് പോവുകയാണേ. അപ്പോൾ മോളെയും കൂട്ടി, കാരണം മോൾക്കുള്ള വിളക്കാണല്ലോ, അപ്പോൾ മോളുടെ ഇഷ്ടത്തിന് തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മോളെയും കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പരിപാടി കൂടെ ഉണ്ട്, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിരിക്കുകയാണ്. നമ്മുടെ ചേർത്തല മഞ്ഞൾ സൂപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മോനും കൂടെ ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അവർ രണ്ടുപേരും നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയാണ് വന്നിരിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ വാങ്ങണം, പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങണം. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ടൊക്കെ സെലക്ട് ചെയ്ത് നടക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സോപ്പും അതുപോലെ സോപ്പ് പൊടി അങ്ങനെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ എടുക്കുവാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി. അപ്പോൾ പച്ചക്കറി വാങ്ങാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അതിന് ശേഷം വണ്ടിയിലേക്ക് അതൊക്കെ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ വിളക്ക് വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കടയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് നോക്കിക്കേ, 1460 പൊക്കവും കുറവാണ്. ഇത് കുഞ്ഞതല്ല, മകൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ റേറ്റ് നോക്കണ്ട, മകൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് മകളുടെ കേട്ടോ. അപ്പൊ മകന് ഏതാണോ ഇഷ്ടമുള്ളത് സെപ്റ്റംബർ 5 ആലപ്പുഴയാണ് വിടുന്നത്. എങ്ങനെയുണ്ട്? ഏതാണോ നല്ലത്? അതാണോ ഇതാണോ? ഏതാണോ മകൾക്ക് ഇഷ്ടം അതാണ് എടുക്കുക. അങ്ങനെ നമ്മളെടുത്ത വിളക്ക് ഗണപതി വിളക്കാണ് എടുത്തത് കേട്ടോ. ഗണപതി വിളക്കെന്ന് വെച്ചെന്നാൽ ഇങ്ങനെ പൊക്കം കുറഞ്ഞിട്ട് ഇത്തിരി ഉരുണ്ടിരിക്കുന്ന വിളക്കാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ മൊന്ത എടുത്ത്, കിണ്ടി മൊന്ത, അത് പറയാനൊരു സ്റ്റൈൽ അങ്ങനെയാണല്ലോ. കിണ്ടി എടുത്ത്, മൊന്ത എടുത്തു, പിന്നെ പറ എടുത്തു, പിന്നെ നമുക്ക് നമ്മുടെ ചന്ദനത്തിരിയൊക്കെ വെക്കുന്ന കാലുണ്ടല്ലോ, ചന്ദനത്തിരിക്കാല് 2 എടുത്ത് കേട്ടോ. ഒരെണ്ണം മോൾക്ക് കൊടുക്കാനും ഒരെണ്ണം നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചുമ്മാ ഒന്നെടുത്താണ് കേട്ടോ. കൃഷ്ണൻ്റെ ആദ്യം കൂടെ നിൽക്കുന്നു. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ പാർവതി പരമേശ്വരന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ അതിനുശേഷം നമ്മളൊരു ഇടിയപ്പത്തിൻ്റെ അച്ചും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 750 രൂപയാണ് അച്ചിന് കേട്ടോ. അപ്പോൾ ആ അച്ച് ഞാൻ എടുത്തെങ്കിലും പിന്നീട് ഒരു ചെറിയ വ്യതിയാനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടെയൊക്കെ നോക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത് നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഫാമിലി മെറ്റൽസ് എന്നറിയപ്പെടുന്ന കടയാണ്. അപ്പോൾ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. എല്ലാവരും ഇവിടെ വന്നൊക്കെ വാങ്ങിക്കുക. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ വാതിക്കെ തന്നെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന വഴി തന്നെ അമ്മ വിളക്കും കിണ്ടിയും ഓട്ടുപാത്രങ്ങളൊക്കെ അങ്ങനെ കാണുവാണ് കേട്ടോ. അപ്പോൾ പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഇതൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ മോളോട് ഇങ്ങനെ വിളക്ക് തെളിക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കിണ്ടി മന്ത ഇതൊക്കെ എങ്ങനെയാണ് വെക്കണം അതൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പന്തലിൻ്റെ വർക്ക് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇനി അത് അത്യാവശ്യം വർക്കൊക്കെ മേൽഭാഗത്തെ വർക്കൊക്കെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മേൽപോട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ മേൽഭാഗം ഓക്കെ ആയിക്കോളും. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വൈറ്റും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. നല്ല ക്ലീനുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഒരു നല്ല നീളത്തിൽ തന്നെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഇതിന് ശേഷം അടുത്ത ഭാഗത്തേക്കാണ് അവർ പന്തലിടുക. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ വാതിക്കയിൽ അവിടെയാണ് സ്റ്റേജ് വരിക കേട്ടോ. അപ്പോൾ അവിടെയുള്ള പരിപാടിയൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പിന്നെ അത് പൂർത്തീകരിച്ചൊന്നുമില്ല ആ സമയത്ത്, നല്ല മഴയും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ പിറ്റേ ദിവസത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പന്തലിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ മോളെയും മോനെയും കുട്ടി ഞാൻ ഏട്ടൻ്റെ നാട്ടിൽ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വൈക്കം ചെമ്പെന്നറിയപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ ഏട്ടൻ്റെ അമ്മ വീട് ഇവിടെയാണ്. അപ്പോൾ അമ്മാവൻ്റെ വീട്ടിൽ 3 അമ്മാവന്മാരുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അമ്മാവന്മാരുടെ വീട്ടിൽ മോളെ ഇങ്ങനെ നമ്മുടെ വിരുന്നിന് വിളിക്കുമെന്ന് പറയാമല്ലേ, കല്യാണത്തിന് മുൻപ് വിരുന്ന് കൂട്ടാൻ വിളിക്കുന്ന അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഏട്ടൻ്റെ അമ്പലത്തിൽ പൂജ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പൂജയിൽ പങ്കുകൊള്ളണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ മോളുടെ കൂട്ടത്തിൽ ഞാനും വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഏരിയയിലേക്ക് വണ്ടി പോകാൻ ഇത്തിരി പ്രയാസമാണ്. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ റോഡൊക്കെ മോശമായി കിടക്കുവാണ്. അപ്പോൾ ഈ സമയത്തും ചെറിയ മഴച്ചാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ അമ്പലമല്ല കേട്ടോ, ഇത് നമ്മൾ ഏട്ടൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ തൊട്ട് വാതിക്കയിൽ ഇടിയോടി എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. ആ അമ്പലമാണ്. അമ്പലത്തിൻ്റെ വാതിക്കയിൽ കൂടെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് കുറേ രാത്രിയായിട്ടാണ് കേട്ടോ, വീട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യമേ വോയിസ് കൊടുത്തു, എന്തോ പറ്റി കൈ തട്ടിയത് ഡിലീറ്റായിപ്പോയി. പിന്നെ രണ്ടും കൽപ്പിച്ച് പിന്നെ ഇരുന്ന് വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ പരിമിതികളും പോരായ്മകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ അതങ്ങോട്ടൊന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ അവിടെ കണ്ട അമ്പലം കണ്ടോ, ഈ അമ്പലത്തിന് തൊട്ടപ്പുറയായിട്ട് ഇല്ലി കാണുന്ന അമ്പലമാണ് കേട്ടോ, ഏട്ടൻ്റെ കുടുംബക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് പൂജയ്ക്കുള്ള സമയമൊക്കെ ആയി. 10 മണിക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ പൂജയൊക്കെ പൂർത്തീകരിച്ചു. അങ്ങനെ ഞങ്ങളത് പ്രസാദമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 പേര് വേറെയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ഭക്തജനങ്ങളുടെ തിരക്ക് അങ്ങനെ വലുതായിട്ടുണ്ടായിരുന്നില്ല. തന്നെയല്ല വർക്കിംഗ് ഡേയും കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അമ്പലത്തിൽ തിരക്ക് കുറവായിരുന്നേ. അപ്പോൾ അതിനുശേഷം ഞങ്ങളിത് ആ മോളുമായിട്ട് നമ്മുടെ എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇളങ്കാവ് എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കേട്ടോ. ആ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ അച്ഛൻ ഞങ്ങളുടെ കല്യാണത്തിന് എൻ്റെയും ചേച്ചിയുടെയും കല്യാണ സമയത്തൊക്കെ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്ന് തൊഴിയിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി തന്നെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ട് ഇതൊരു ആറിൻ്റെ സൈഡായിട്ടാണ് കേട്ടോ. അപ്പോൾ ആറ്റുവേല എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ ഇവിടെ ആറ്റുവേലയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനുണ്ടായിരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ അമ്പലത്തിൽ പോരുമ്പോൾ അമ്മയും കൊണ്ടുപോരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ പറ്റിയില്ല. അമ്മയ്ക്ക് ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെളുപ്പിനെയുള്ള യാത്ര, മഴയൊക്കെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയിട്ട് പോകുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും അമ്മാവൻ്റെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ വിരുന്തൂട്ടാനായിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പം 3 അമ്മാവന്മാരുടെ വീടുണ്ട്. 3 പേരുടെയും വീട്ടിൽ പോയി. അപ്പോൾ ഇത് ഒരമ്മാവൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ 2 അമ്മാവന്മാരുടെ വീട്ടിൽ, ഒരമ്മാവൻ്റെ വീട്ടിൽ പെരപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരമ്മാവൻ്റെ വീട്ടിൽ പെര വെക്കാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ ഈ അമ്മാവൻ്റെ വീട് മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അമ്മാവൻ്റെ ഫാമിലിയാണ് കേട്ടോ. 3 പെൺമക്കളാണ് അമ്മാവനെ. ഇപ്പോൾ നമ്മൾ നേരത്തെ കല്യാണ വീഡിയോയിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടുത്തെ അമ്മാവൻ്റെ മോളുടെ ഒരു കല്യാണം, ഇളയ മോളുടെ കല്യാണം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് അമ്മാവൻ്റെ മക്കൾ. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ളതാണ്. ഇത് മക്കളും മരുമക്കളും 2 പേരക്കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോ കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ കൊച്ചുമോളാണേ, അമ്മാവൻ്റെ 2ാമത്തെ മോളുടെ മോള്. അങ്ങനെ ഉള്ള ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഏട്ടൻ്റെ അമ്മൂമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയമായെന്ന് പറഞ്ഞല്ലോ, ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. പിന്നെ ദേ നോക്കിക്കേ, അതിന് ശേഷം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും, മോളും മോനും ഞാനും പിന്നെ അമ്മാവനും അമ്മായിയും ഞങ്ങളുടെ ഒപ്പം ഉണ്ണാനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാവനും അമ്മായി ഇരിക്കുന്നില്ലായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചിരുത്തിയതാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു രസം തന്നെയാണല്ലോ അത്.
പിന്നെ അതിന് ശേഷം എന്താ നമ്മൾ ചേർത്തലേക്ക് തിരിച്ചു പോരുവാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയമൊന്നും വെയിറ്റ് ചെയ്തില്ല. അപ്പം മറ്റേ അമ്മാവന്മാരുടെ വീട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് ഒരു ദിവസം കൂടെ നിന്നിട്ട് പോകാമെന്നൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ കല്യാണത്തിരക്കൊക്കെ ആകുമ്പോൾ വീട്ടിൽ നമ്മൾ അത്യാവശ്യമായിട്ട് പ്രത്യേകിച്ച് എൻ്റെ സാന്നിധ്യം വീട്ടിൽ കൂടിയേ തീരുമല്ലോ. അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ഞാൻ എപ്പോൾ അമ്മ വീട്ടിൽ പോയാലും ഇവിടെ വരുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവിടെ വരുമ്പോഴത്തേക്ക്. റെസ്റ്റോറൻറ്റ് ബാർ എല്ലാം കൂടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ബാറെന്ന് അവിടെ ബോർഡ് ഞാൻ ഇന്നാ കണ്ടത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ആണൊരു നല്ല രസമാണ്. അപ്പോൾ ഒരു വലിയ ഒരു പുഴയുടെയൊക്കെ തീരത്താണ് കേട്ടോ. പുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ തോട്. പിന്നെ അവിടെ നല്ല പച്ച പിടിച്ചിട്ടുള്ള പ്രദേശങ്ങൾ, അതിൻ്റെ വശത്തായിട്ടാണ് ഈ കെട്ടിടങ്ങൾ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് വളരെ സ്ലോയിലാണ് പോയത്. എപ്പോഴും പോകുമ്പോഴത്തേക്ക് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റോഡൊക്കെ ഇത്തിരി ഡാമേജൊക്കെ ആയിട്ടൊക്കെ കിടക്കുവാണ്. അപ്പോൾ സ്ലോയിലാണ് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. വീഡിയോ എടുത്തതല്ല, വണ്ടി പോയത് സ്ലോയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയും സ്ലോ ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ അതിന് ശേഷം ചേർത്തല വന്നിട്ട് നമ്മളൊരു കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ജ്യൂസ് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ നമ്മുടെ വീട്ടിൽ പന്തൽ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ചെന്നിട്ട് ചായ വെച്ച് കൊടുക്കണം. അപ്പോൾ ചായക്കുള്ള പാല് വാങ്ങണം, പിന്നെ ചായക്കുള്ള കടിക്കാൻ അങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതേ നോക്കിക്കേ ഡയറി മിൽക്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഡയറി മിൽക്കിനേക്കാൾ എനിക്കിഷ്ടം മഞ്ചാണ് കേട്ടോ. പിള്ളേർ മഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കും വേണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാറുണ്ട്. അവരെനിക്ക് വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. പിന്നെ അതിന് ശേഷം എന്താ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസമല്ല, അന്ന് തന്നെ വൈകുന്നേരമാണ് മോനുമായിട്ട് വന്നിട്ട് ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മോള് പോന്നിട്ടില്ല കൂട്ടത്തിൽ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് വർക്കിങ്ങിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുറം ഭാഗമൊക്കെ ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ അതിൻ്റെ പെയിൻ്റൊക്കെ പോയി ഇങ്ങനെ തുരുമ്പൊക്കെ ഒരുപാടായിരിക്കുവാണ്. ഒരു 18 വർഷത്തിനോട് അടുത്തിട്ടുള്ള ഫ്രിഡ്ജാണ് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ ഒരു ഫ്രിഡ്ജ് വാങ്ങാമെന്ന് വിചാരിച്ചു. അത് ഓണം സ്പെഷ്യൽ ആയിട്ടാണ് 2 വർഷം എക്സ്ട്രാ വന്നിരിക്കുന്നത്. 10 വർഷം കംപ്രസർ വാറണ്ടി വരുന്നത്. അല്ല, ഇതിന് മാത്രമാണ് കേട്ടോ. അതാ ഇത് ഗോദ്രേജ് ഇതിനും അതെ ഇത് തന്നെ. ഇതില്ലേ 25 ഐസൊക്കെ നമുക്ക് ഐസായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് 37,890 MRP. എല്ലാ പ്രൈസും കഴിഞ്ഞിട്ട് 27,500 എല്ലാം കഴിയുമ്പോഴത്തേക്ക് 27,500 ആകും എടുക്കുമ്പോഴല്ലേ. രണ്ട് മോഡൽ വരുന്നത്. MRP 3 സ്റ്റാർ ആകുമ്പോൾ ഈ ഒരു വ്യത്യാസമുള്ളൂ. ഇത് 5 സ്റ്റാർ 129 വർഷം. ഇത് എങ്ങനെയാണ് വേൾപൂളിന്റെ? വേൾപൂളിന് വരുമ്പോൾ 3 സ്റ്റാർ വരുന്നത് നമുക്കൊരു 16,500. 16,500 വരും ഇല്ലേ? കൊള്ളാം. ഇത് എത്ര ലിറ്റർ? എത്ര ലിറ്ററാണ്? 158 അല്ലേ? 88. 188. ഇതിന് റേറ്റ് എങ്ങനെയാണ് വരണത്? ഇത് 5 സ്റ്റാർ ആണ്. ഇത് 16,900. 16,900 ഇല്ലേ? ഇത് 15. 3 സ്റ്റാർ 15 ഇല്ലേ? ഷെയ്ഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാകുമ്പോൾ എന്നാ റേറ്റ് വരണത്? ഒരു 20 രൂപ. 20 വരും ഇല്ലേ? ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇനി നമുക്ക് ബെഡ് നോക്കാം. ബെഡ് നോക്കാം.
ആ നോക്കിയിട്ട് വരാം. 13 വരുന്ന സ്പ്രിംഗ് അല്ലല്ല? ഇത് ഫോമാണ്, മെമ്മറി ഫോം. നല്ല സ്മൂത്താണ്. സ്പ്രിംഗ് ആണോ വേണ്ടത്? അല്ല, സ്പ്രിംഗ് നമ്മൾ നോക്കണമെന്നേ ഉള്ളൂ. സ്പ്രിംഗ് ബെഡൊക്കെ എങ്ങനെ വരും സ്റ്റാർട്ടിങ്? സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് ആണോ അത്? നമുക്ക് നമ്മുടെ സൈസ് 72-48, അതായത് നമ്മുടെ സൈസാണ് 7 ഇഞ്ച് കനമുള്ളത്. ഇത് നമുക്ക് റേറ്റ് എങ്ങനെ വരും? 12 വരും ഇല്ലേ? അങ്ങനെ നമ്മൾ ഫ്രിഡ്ജും ബെഡും പിന്നെ 2-3 കസേരയൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം അവിടെ ബില്ലാക്കുവാണ് കേട്ടോ. ആ സമയത്ത് ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ടിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ നോക്കി നടക്കൽ, പിന്നെ രാവിലെ തൊട്ട് ഓരോ കാര്യങ്ങൾക്കൊക്കെ ഓട്ടമാണല്ലോ. അപ്പോൾ അവർ ബില്ല് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ അവിടെ കിടക്കുന്ന ബെഡിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് മോനോടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചുമ്മാ ഒരു രസം കേട്ടോ, അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ അവിടുത്തെ ഫർണിച്ചറൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് ആവശ്യമില്ലെങ്കിലും ശരി, നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഒക്കെ കാണുകയും നോക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ നല്ല ഗ്ലാസ് ടോപ്പിൻ്റെ സ്റ്റൗ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ വാങ്ങുന്നില്ല, കാരണം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് അതൊന്നും വാങ്ങാനുള്ള ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പന്തലിൻ്റെ വർക്ക് ഇത്രത്തോളം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് 2ാം ദിവസം വൈകുന്നേരമാണ്. അപ്പോൾ ഇനി മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെയൊക്കെ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് പന്തൽ വർക്കിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കേ.